ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചെറിയ സ്മോൾ ബിസിനസ് ഓണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിരിക്കാം. ബട്ട് നിങ്ങൾക്ക് ഇൻഡെപ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഹോൾ തിങ്ങിനെ കുറിച്ച് ഒരു വലിയൊരു നോളേജ് നിങ്ങൾക്ക് അക്വയർ ചെയ്യണമെങ്കിൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിസോഴ്സ് പരിചയപ്പെടുത്തുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് ഇൻഡെപ്ത് ടോപ്പിക്കുകളിലേക്ക് പോകുന്ന വലിയൊരു ബണ്ടിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നമ്മുടെ ഈ ബണ്ടിൻ്റെ പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിൽ എന്നാണ്. നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിക്സുകളെല്ലാം അലൈൻ ചെയ്തൊക്കെ കാണാം. ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ അവർലി സാലറിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആവറേജ് ഡിജിറ്റൽ മാർക്കറ്റ്സ് എത്ര രൂപ ഉണ്ടാക്കുന്നത് USD-യിലാണ്. ഏറെക്കുറെ $50 വരെ ഉണ്ട്. $50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 4500 എബോ അടുത്ത് വരും. അതേപോലെ എൻട്രി ലെവൽ മാർക്കറ്റേഴ്സ് ഉണ്ടാക്കുക. അതായത് ഇന്ത്യയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർലി ഒരു 300+ എൻട്രി ലെവൽ പൊസിഷൻ്റെ അകത്തും പറയുന്നുണ്ട്. നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബണ്ടിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബണ്ടിൽ കൃത്യമായിട്ട് ഇൻഡെപ്ത് ആയിട്ട് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ നിങ്ങൾക്ക് ഇത് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചെടുക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതും ആയിരിക്കും. ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞേക്കാം ഫസ്റ്റ് നമുക്ക് ഓപ്പണിംഗ് പേജിൽ അതിനുശേഷം ഇവിടെയായിട്ട് നമുക്ക് സെക്ഷൻസ് 17 സെക്ഷൻസ് സംബന്ധിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പിക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞേക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് ആണ്. അതിൽ നെക്സ്റ്റ് ടോപ്പിക് SE ആണ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. പിന്നീട് PPC പേപ്പർ ക്ലിക്ക്. അതിനുശേഷമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വന്ന് കിടപ്പുണ്ട്. അതിനുശേഷമായിട്ട് ഇമെയിൽ മാർക്കറ്റിംഗ്. നെക്സ്റ്റ് തിങ് ഈസ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതുതന്നെ വീഡിയോ മാർക്കറ്റിംഗ്, വെബ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇതൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ട് പോകുന്ന ടോപ്പിക്കുകളാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോൾ ഇത് പഠിപ്പിക്കുന്നില്ല. ബട്ട് നമ്മളിത് പഠിപ്പിക്കുക, നമ്മളിത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടൊരു വേ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് പഠിക്കുന്നത്. സെൽഫ് തോട്ട് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് ആയിരിക്കും. സെൽഫ് തോട്ട് ആയിട്ട് പഠിക്കണം. ബട്ട് അതിനുള്ള റിസോഴ്സ് നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോസും ഉണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് അവിടെ പ്രോപ്പർ ആയിട്ടൊരു സ്ട്രക്ചറോ പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസോ കിട്ടില്ല. ആ ഒരു പ്രോബ്ലമാണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കും. പിന്നെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ സ്ട്രാറ്റജീസ് ആൻഡ് ഫണൽസ് എങ്ങനെ ബിൽഡ് ചെയ്യുക, മൊബൈൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അതുപോലെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. 2025 നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ ആണ് നമ്മുടെ ഇൻഡസ്ട്രി സംഭവിക്കുന്നത്. മാർക്കറ്റിംഗ് ഓട്ടോമേഷനെ കുറിച്ചും പറഞ്ഞത്. ആൻഡ് ഇ-കൊമേഴ്സ് ആണ് നമ്മുടെ സ്റ്റീം ടോപ്പിക്. ആൻഡ് ലാസ്റ്റ് 70 ടോപ്പിക് എന്ന് വെച്ചാൽ ഇതെല്ലാം പഠിച്ചു എങ്ങനെ നമുക്ക് റിയൽ വേൾഡ് അപ്ലൈ ചെയ്യാം, ഒരു കരിയർ എങ്ങനെ ചൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ ഒരു ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാം, അതിനെക്കുറിച്ചും ഒരു വീഡിയോസ് നമ്മളിവിടെ ഗൈഡൻസ് എടുക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സെക്ഷനിൽ അത് മിനിമം 10 ടോപ്പിക്സ് ആണ് കവർ അപ്പ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം 10 ടോപ്പിക്സ് എല്ലാത്തിനും അത് കവർ അപ്പ് ചെയ്യുന്നത്. ഇത് നമുക്കിതിന്റെ സ്ട്രക്ചേർഡ് വേ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസിലേക്ക് തന്നെ പോകാം. നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പേജിലാണ് നമുക്ക് വരുന്നത്. ഇത് ബോത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സ് ഫയലും കിട്ടും, അതേപോലെ PDF കിട്ടും. എന്നിട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ ഡോക്സ്. മൊബൈലിലാണെങ്കിൽ ഗൂഗിൾ ഡോക്സ് ആപ്ലിക്കേഷൻ കിട്ടും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടും. ഞാൻ ഇത് ബിൽഡ് ചെയ്തപ്പോൾ ഞാൻ കുറേ അധികം പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുത്തു. കുറേ പ്ലാറ്റ്ഫോം ഞാനിപ്പോൾ എക്സൽ പോലത്തെ പ്ലാറ്റ്ഫോം നോക്കി, അല്ലെങ്കിൽ ടേബിൾ ഫോർമാറ്റിലേക്ക് നോക്കി. ബട്ട് അവിടെയൊക്കെ വളരെയധികം ലിമിറ്റേഷൻ വരും നമുക്ക് മൊബൈൽ യൂസേഴ്സിന്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 80% ഇപ്പോൾ ആൾക്കാർ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത് മൊബൈലിലൂടെയാണ്. സോ മൊബൈൽ വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ഉറപ്പ് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ ഡോക്ക് സെലക്ട് ചെയ്ത്. നിങ്ങൾക്ക് ഇത് വേർഡിലും ഡോക്സിലും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എക്സ് ചെയ്യാൻ സാധിക്കുന്നത്. PDF ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഉപയോഗിക്കാം. ബട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ ഡോക്സ് ആണ്. നമുക്ക് ഫസ്റ്റ് തിങ് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കാണ് ഇവിടെ കവർ അപ്പ് ചെയ്യുന്നത്. നിങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് വീഡിയോ ആണ് ലിങ്ക് ചെയ്തേക്കുന്നത് ഈ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വീഡിയോസ് കാണാം. നമ്മൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ ടു ന്യൂ ടാബ് കൊടുത്ത് ഒരു ആഡ് ഉണ്ട്. ഈ ആഡ് ജസ്റ്റ് ഒന്ന് റൺഔട്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞേക്കാം ഇതുപോലെ നമ്മൾ വീഡിയോസ് ഓരോന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് കൊടുത്തേക്കാണ്. കൃത്യമായിട്ട് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്ക് കവറപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് നോക്കിക്കഴിഞ്ഞേക്കാം. അതിനെക്കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടൊരു നോളേജ് ഇന്ന് വീഡിയോ ആണ് ഇവിടെയായിട്ട് കൊടുത്തേക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കവറപ്പ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് വളരെ ഇൻഡെപ്ത് ആയിട്ട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും കവർ ചെയ്ത് പോകുന്നു. അപ്പോൾ നിങ്ങളിത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് വീഡിയോ മൊത്തം കംപ്ലീറ്റ് ചെയ്ത ശേഷം വീണ്ടും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു തീർത്തതിന് ശേഷം അതിനെ റിലേറ്റ് ചെയ്ത് 3 ചോദ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൈപ്സ് ഹെൽപ്സ് എ വെബ്സൈറ്റ് ടു റാങ്ക് ഹയർ ഇൻ എ സെർച്ച് റിസൾട്ട് വിത്തൗട്ട് പേയിങ് ഡയറക്ട്ലി ഫോർ ക്ലിക്സ്. ആ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കാണുക. പലരും യൂട്യൂബ് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ബ്ലോഗുകൾ വായിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് അതൊരു റിയൽ പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്ക് വരുന്നത്. അതാണ് കൃത്യമായിട്ട് നോളേജ് കിട്ടാതെ അല്ലെങ്കിൽ പിന്നീട് നിങ്ങളത് ഓർക്കാത്തത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ക്വസ്റ്റ്യൻ കിട്ടും. അതിനകത്ത് ഫസ്റ്റ് വരുന്ന MCQ ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് കണ്ടന്റ് മാർക്കറ്റിംഗ്. ഇതിനെക്കുറിച്ച് നിങ്ങളൊരു
1 ലൈൻ 2 ലൈൻ ആൻസർ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് റൈറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ ഡോക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സോ അല്ലെങ്കിൽ റിയൽ ആയിട്ടൊരു ഫിസിക്കൽ നോട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത് ആയിരിക്കും. പിന്നെ മൂന്നാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ഹൗ ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാൻ ബി യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റ് സ്ട്രാറ്റജി. സ്ട്രക്ചർ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു MCQ ക്വസ്റ്റൻ ആയിരിക്കും, ഒരു 1 മാർക്ക് ക്വസ്റ്റൻ എന്ന രീതിയിലൊക്കെ പോലെ. ജസ്റ്റ് ഒന്ന് സെക്കൻഡ് വൺ ഒരു ഷോർട്ട് ആൻസർ, ഒരു 2 ലൈൻ അല്ല 1 ലൈൻ ആൻസർ. തേർഡ് വൺ ഈസ് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ചെറിയ ബ്രീഫ് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ നോട്ടിൽ എഴുതി അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്കിൽ എഴുതി അതിനുശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അതിൻ്റെ പിക്ചർ എടുക്കുക. അതിനുശേഷമായിട്ട് നമ്മൾ ഹാഷ്ടാഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി കമ്മ്യൂണിറ്റി, നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് പലരുണ്ട്, പല സ്പ്രെഡ് ആയിട്ടാണ് നടക്കുന്നത്. മലയാളീസ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൽ ഏത് കമ്മ്യൂണിറ്റീസ് ആണെങ്കിലും വളരെ സ്പ്രെഡ് ആയിട്ടാണ്. സോ നമ്മൾ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പാരലി നമ്മൾ അതിനായിട്ടൊരു ഡിസ്കോഡ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അതിൻ്റെ അകത്ത് നമ്പേഴ്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ബട്ട് എന്നാൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതിവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പിയർ ഗ്രൂപ്പ്സുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ ലഭിക്കാനും ഡൗട്ട്സുകൾ ക്ലിയർ ഔട്ട് ചെയ്യാനും എല്ലാം സാധിക്കുന്നതും ആയിരിക്കും. പിന്നീട് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ലിങ്ക്ഡിൻ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ട്വിറ്ററിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഹാഷ്ടാഗ് ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യാനും മെൻഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് റിലേറ്റ് ചെയ്തൊരു നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാനും പറ്റുന്നത് ആയിരിക്കും. പിന്നീട് ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നതും ആയിരിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കംപ്ലീറ്റ് ആക്കി. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. 17 സെക്ഷൻസിലായിട്ട് 170 ടോപ്പിക്സുകൾ കവറപ്പ് ചെയ്യുന്നു. ചില ടോപ്പിക്സുകളിലായിട്ട് 3, 4, 5 വീഡിയോസുകൾ ഉണ്ട്. നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോൾ മനസ്സിലാകുന്നതും കാര്യം ഇത് വളരെ സ്ട്രക്ചർഡ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. കാര്യം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം ഏറെക്കുറെ 60K അല്ലെങ്കിൽ 80K, മേ ബി 100K, 1 lakh ഒക്കെയാണ് ചോദിക്കുന്നത്. സോ അത്ര അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഇല്ല, ജസ്റ്റ് നിങ്ങൾ ബിസിനസ് ഓണർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്മോൾ ബിസിനസ് ഓണർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ കരിയർ സ്വിച്ചിനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത്ര എമൗണ്ട് കൊടുത്ത് അല്ല അത്ര ഒരു 50K 60K കൊടുത്ത് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം ഫസ്റ്റ് നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരു ഇൻഡെപ്ത് നോളേജ് കിട്ടും. നിങ്ങൾക്കൊരു 30 days ഉണ്ട് നിങ്ങൾക്ക് ഇത് മൊത്തം പഠിച്ച് തീർക്കാൻ. വളരെ സ്ട്രക്ചർഡ് നോട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ അപ്പ് ചെയ്യാൻ ക്ലിയർ ആയിട്ട് ഒരു ഇന്റേൺഷിപ്പോ ജോബോ ഒക്കെ സിമ്പിളായിട്ട് 30 days കിട്ടുന്നതും ആയിരിക്കും. സോ നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് വൺ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ന്യൂ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ആയിട്ട് വന്ന് കാണാൻ സാധിക്കും. ഈ വീഡിയോ ഇങ്ങനെ കവറപ്പ് ചെയ്ത് കാണാനും കാര്യങ്ങൾക്ക് തന്നെ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഓരോ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ടോപ്പിക്സ് പോകുന്നതാണ്. യൂട്യൂബിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വീഡിയോസിൽ ഏറ്റവും ഞാനിത് പ്രിപ്പയർ ചെയ്ത ഒരു 5-6 മാസം കഷ്ടപ്പെടാം. ഫസ്റ്റ് നമുക്ക് വളരെ സ്ട്രക്ചർഡ് ആയിട്ട് സിലബസ് വേണം. കാര്യം ഇന്നത്തെ 2025 അല്ലെങ്കിൽ വരുന്ന വർഷത്തേക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു സിലബസ് വേണം. സിലബസ് പ്രിപ്പയർ ചെയ്യാൻ തന്നെ എനിക്ക് കുറച്ച് ടൈം എടുത്ത് അതിനുശേഷമായിട്ട് ഇതിനുള്ള വീഡിയോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ ഇത് സിമ്പിൾ ആയിരിക്കും. ബട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സെർച്ചിങ് ചെയ്യാനും ഡിഗിങ് ചെയ്യാനും തുടങ്ങിയപ്പോൾ ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള പല വീഡിയോസുകൾ ഞാൻ കണ്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയതാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ ആ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ കണ്ട് അതിനുശേഷം അതിൽ റിലേറ്റ് ചെയ്ത് 3 ചോദ്യം കാണാം. ഈ 3 ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. അത് നിങ്ങൾക്ക് ട്വിറ്ററിലാണെങ്കിലും ലിങ്ക്ഡിനിലാണെങ്കിലും പോസ്റ്റ് ചെയ്യാൻ സാധിക്കുക. യൂസ് ദ ## ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി എന്ന്. അതിനുശേഷം നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റിംഗ് ഫണലാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഇനി എല്ലാം ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ടോപ്പിക്കുകളൊന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ സെക്ഷൻ 1 കവറപ്പ് ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ഫണലിനെ കുറിച്ച്, നെക്സ്റ്റ് കസ്റ്റമർ ബിഹേവിയർ ആൻഡ് ഓൺലൈൻ ബിഹേവിയർ, മാർക്കറ്റിംഗ് റിസർച്ച് എന്താണ്, ബ്രാൻഡിങ് ആൻഡ് പൊസിഷനിങ് യുവർ ബ്രാൻഡ്, എങ്ങനെ നമ്മുടെ ബ്രാൻഡ് നമുക്ക് പൊസിഷൻ എങ്ങനെ ബ്രാൻഡ് ചെയ്യാം, കോമ്പറ്റേറ്റീവ് അനാലിസിസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് കവറപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം നെക്സ്റ്റ് ആണ് സെക്ഷൻ 2 SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് നെക്സ്റ്റ് വരുന്നത്. ഫസ്റ്റ് ടോപ്പിക് ബേസിക്സ് ആണ്. എന്താണ് SEOയുടെ ബേസിക്സ്, അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം അത് റിലേറ്റ് ചെയ്ത് 3 ചോദ്യങ്ങളും കാണാം. ഇതും നിങ്ങൾ ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ആണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻഡെക്സിങ് എന്താണ് XML ഫയൽ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. നെക്സ്റ്റ് കീവേഡ് റിസർച്ചിൻ്റെ അകത്ത് വീഡിയോസ് കാണാൻ സാധിക്കും. എങ്ങനെ നമുക്ക് കീവേഡ്സുകൾ റിസർച്ച് ചെയ്യാം, കീവേഡുകൾ ഫൈൻഡ് ചെയ്യാം, കീവേഡ് ഇൻറ്റൻറ്റുകൾ മനസ്സിലാക്കി എങ്ങനെ നമുക്ക് കീവേഡ്സുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം, എങ്ങനെ നമുക്കത് റാങ്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് ആ കീവേഡ് ഒരു മോണോപോളി ബിൽഡ് ചെയ്യാം എന്നൊക്കെ അതിനെക്കുറിച്ച് വലിയ ഇൻഡെപ്ത് ആയിട്ട് ആ ഒരു ക്ലാസ്സസും കാര്യമൊക്കെ പോകുന്നത്. നെക്സ്റ്റ് ഓൺ പേജ് SEO. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലും 2 വീഡിയോ കണ്ടു കഴിഞ്ഞാലും വീണ്ടും കൂടുതൽ പഠിക്കാൻ കാണും. സോ ഈ ഓൺ പേജ് SEOയിലേക്ക് നോക്കി ഇവിടെ ക്ലിക്ക് ടു വാച്ച് എന്നൊരു ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല. ഇവിടെ ബാക്കി അത് ക്ലിക്ക് ടു വാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ കൊടുക്കാത്തതിനകത്ത് ഒന്നിലധികം വീഡിയോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും, സെക്കൻഡ് വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും, അതിന് തേർഡ് വീഡിയോസ് കാണാൻ സാധിക്കും. അങ്ങനെ 3 വീഡിയോസാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഈ 3 വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുന്ന ശേഷം അത്
റിലേറ്റ് ചെയ്തൊരു ചോദ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഓൺ പേജ് എസ് സിക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് ഫ്രീ ടൂൾസുകൾ വീഡിയോസിനായി കൂടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഓഫ് പേജ് എസ് എന്താണ്, ടെക്നിക്കൽ എസ് എന്താണ്, ലോക്കൽ എസ് എന്താണ്. അതുപോലെ ഇതിനകത്ത് വളരെ യൂസ്ഫുൾ ആകുന്ന ആഡ് ഓൺ കാര്യങ്ങൾ ആഡ് ചെയ്തേക്കുന്നത് എല്ലാ സെക്ഷനും കവർ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് 9th or 10th പോയിന്റ് ആയിട്ട് 10th വീഡിയോ ആയിട്ട് വരുന്ന ഒരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വീഡിയോ. ആ വർക്ക് ചെയ്യാനൊരു 10 മണിക്കൂർ എടുത്തു എങ്കിൽ ടൂൾ ഉണ്ടെങ്കിൽ ആ ടൂളോട് നമുക്ക് 1-2 മണിക്കൂർ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ചെയ്ത ശേഷം അവസാനമായിട്ട് നമ്മൾ ടൂൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മസ്റ്റ് നോ ടൂൾസ് ഇൻ SEO നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടൂൾസുകളെ കുറിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് PPC പേപ്പർ ക്ലിക്കാണ്. ഞാൻ ഇനി എല്ലാം ഇങ്ങനെ ഇൻഡെപ്റ്റ് ആയിട്ട് പോകുന്നില്ല. കാര്യം 170 ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഏറെക്കുറെ 200+ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം ഞാൻ നിങ്ങളെ കാണിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ മണിക്കൂറുകൾ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവറപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുകളെ കുറിച്ച് എല്ലാവരും റഫ് ഐഡിയ മെയിൻ ടോപ്പിക്സുകൾ ഞാൻ പറഞ്ഞ 17 മെയിൻ ടോപ്പിക്സുള്ള ഈ 17 മെയിൻ ടോപ്പിക്സുകൾ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇമെയിൽ മാർക്കറ്റിംഗ് ഉണ്ട്. അതിനുശേഷമായിട്ടുള്ള ടോപ്പിക് കോണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്. ആഫ്റ്റർ ദാറ്റ് ഫ്ലിറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് വീഡിയോ മാർക്കറ്റിംഗ്, കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ. ഇത് വലിയൊരു സംഭവം തന്നെയാണ്. കാര്യം പല ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്താണ് കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് അറിയില്ല. എങ്ങനെ നിങ്ങൾക്ക് ഡാറ്റ ഡ്രിവൺ മാർക്കറ്റേഴ്സ് ആകാം എന്നും മനസ്സിലാക്കുന്നില്ല. കൺവേർഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ എങ്ങനെയൊക്കെ ഡാറ്റ ഡ്രോൺ ചെയ്തില്ല, ഡാറ്റയിൽ നിന്ന് എങ്ങനെയൊക്കെ അനലൈസ് ചെയ്തെടുക്കാം, എങ്ങനെ എനിക്ക് കൃത്യമായിട്ട് കോർ ഓഡിയൻസിലേക്ക് കോർ കസ്റ്റമേഴ്സിലേക്ക് എത്താം എന്നൊക്കെയുള്ള കാര്യം ഇതിനകത്ത് മനസ്സിലാവുന്നതും ആയിരിക്കും. സോ അതിനുശേഷം വെബ് അനലിറ്റിക്സ് ഉണ്ട്, ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, ഡാറ്റ അനലിറ്റിക്സ് റിപ്പോർട്ട്, അതൊക്കെ എങ്ങനെ ഡാറ്റ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക, എങ്ങനെ ഫണൽ ബിൽഡ് ചെയ്യുക. നെക്സ്റ്റ് മൊബൈൽ മാർക്കറ്റിംഗ് 2025 അല്ലെങ്കിൽ ഇനി വരുന്ന വർഷക്കാലം ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC യൂസേഴ്സിനെക്കാളും കൂടുതൽ ഇപ്പോൾ മൊബൈൽ യൂസേഴ്സ് ആണുള്ളത്. എങ്ങനെയൊക്കെ മൊബൈൽ മാർക്കറ്റിംഗ് ചെയ്യാം എന്ന് ഇതിനകത്ത് 1-2 ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ മാർക്കറ്റിംഗിന്റെ ബേസിക്സ് ഉണ്ട്. എങ്ങനെ മൊബൈലിന് വേണ്ടി നമുക്ക് വെബ്സൈറ്റുകൾ ഒപ്റ്റിമൈസ് ചെയ്യാം, അത് ഞാൻ 2 വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് SMS നമുക്ക് ഇങ്ങനെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ബിൽഡ് ചെയ്യാം, മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ് ഇങ്ങനെ ചെയ്യും. അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ യൂസർ എക്സ്പീരിയൻസ് മൊബൈൽ UX ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അത് നമുക്ക് എങ്ങനെ നല്ലൊരു സ്ട്രക്ചർ അതിൽ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ നമുക്കൊരു ക്ലിപ്പ് വർത്തിയായിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ. നെക്സ്റ്റ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇൻഫ്ലുവൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതുപോലെ എങ്ങനെ കൃത്യമായിട്ട് റൈറ്റ് ഇൻഫ്ലുവൻസിനെ നമുക്ക് ഇട്ട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം, എങ്ങനെ അവരെ ഔട്ട്റീച്ച് ചെയ്യുക, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് വീഡിയോസ് ഉണ്ട്. ROI ഓഫ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എങ്ങനെ നമുക്ക് ROI കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നൊക്കെ കുറിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ ഇറ്റ്സ് എ മസ്റ്റ് തിങ് ഇൻ 2025. യു മസ്റ്റ് നോ അബൌട്ട് ഓട്ടോമേഷൻ ടൂൾസ്, ഓട്ടോമേഷൻ ടെക്നിക്സ്. ഓട്ടോമേഷനെ കുറിച്ച് തന്നെ നമ്മളിവിടെ സെക്ഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെയധികം യൂസ്ഫുൾ ആവുന്നതായിരിക്കും. നെക്സ്റ്റ് ഇ-കൊമേഴ്സ് ആൻഡ് കരിയർ പാത്ത്. നിങ്ങൾ ഇതെല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യം കാണും. അത് പലർക്കും അറിയാൻ മേല, പലരും 50,000 60,000 കോഴ്സ് എടുക്കുന്നു. വാട്ട് നെക്സ്റ്റ് എന്ന് അറിയാൻ മേലാത്തവരുണ്ട്. അതിനൊരു അവയർനെസ് ക്ലിയർ നോളജ് തരാൻ വേണ്ടി നമ്മൾ കരിയർ പാത്തും അല്ലെങ്കിൽ ഫ്രീലാൻസിങ് പാത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കാൻ സാധിക്കും. ഇതിന് നമ്മൾ വീഡിയോസ് കൊടുത്ത് അത് റിലേറ്റ് ചെയ്തിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമുണ്ട്. ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ്, എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ്, എന്താണ് ഫ്രീലാൻസിങ്ങും ഏജൻസികളും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ നിങ്ങൾക്ക് ടോപ്പ് ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമുകൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ പറ്റി എങ്ങനെ നമുക്കൊരു അപ്‌വർക്ക് ഒരു പ്രപ്പോസൽ റൈറ്റ്, ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാം, ഫ്രീലാൻസിങ്ങിന് പറ്റിയ ഫ്രീ ടൂൾസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് താങ്ക് യു നോട്ട് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഇനി എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് കൂടെ ഞാൻ പറയാം. ഇത് ആക്സസ് ചെയ്യാനായിട്ട് താഴെ നമ്മുടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് സ്ക്രീനിൽ കാണുന്നില്ല മാർക്കറ്റിംഗ് മാസ്റ്ററിലെ DM മാസ്റ്ററി എന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഞാൻ തരുന്നത് ആയിരിക്കും. ഞാൻ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നീട് ഇത് ഒരു സെൽഫ് ലേൺ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഈ റിസോഴ്സ് ഞാൻ തരുന്നതുള്ളൂ, നിങ്ങളാണിത് കൃത്യമായിട്ട് കവറപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു കൃത്യമായിട്ട് ടൈം ടേബിൾ ബിൽഡ് ചെയ്യുക, ഒരാഴ്ച ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്ന രീതിയിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് ഒരു 4-5 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ പോകാം. എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതല്ല കാര്യം, പഠിക്കുന്ന എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യമുള്ളത്. സോ കൃത്യമായിട്ട് പഠിക്കുക. പലരും റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റാത്തവരായിട്ട് പല ഗ്രൂപ്പുകളിലും പല ചാറ്റുകളിലും പല മെസ്സേജസുകളും ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ റിസോഴ്സസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചറായിട്ട് റിസോഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും കാര്യങ്ങൾക്ക് തന്നെ സാധിക്കുന്നു. സോ ഒരു കാര്യം കൂടെ പറയാം, ഇത് ഇംഗ്ലീഷ് വീഡിയോസാണ്. മലയാളത്തിൽ നമുക്ക് ഇത്രയധികം സ്ട്രക്ചറായിട്ട് വീഡിയോസ് കിട്ടാനില്ല. ചിലപ്പോൾ നമുക്ക് SEOനെ കുറിച്ച് കുറച്ച് വീഡിയോസ് കാണും, അല്ലെങ്കിൽ മെറ്റാഡ്സിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് കാണും. അതിനപ്പുറത്ത് നമുക്ക് ഇങ്ങനെ
ഇത്ര വൈഡ് ടോപ്പിക്സുകൾ വീഡിയോസ് ഇല്ല. ഞാനത് നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഇത് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പം ഇത് ഉപയോഗിച്ചാണ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എനിക്ക് ജോലിയോടൊപ്പം തന്നെ ഫ്രീ ടൈമുകളിലാണ് ഞാനിത് പഠിക്കുന്നത്. നമ്മളൊരു സിലബസ് ഉണ്ട്, നമുക്കൊരു സ്ട്രക്ചർ ഉണ്ട്, നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് എടുത്ത് വെക്കുക, പഠിച്ചു പോവുക. അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് അല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു റിസോഴ്സസ് ഇല്ല, ഒരു സിലബസ് ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പിക്ക് കിട്ടി, എന്താണ് SEO. SEOനെ കുറിച്ച് നിങ്ങളിപ്പോൾ യൂട്യൂബ് സെർച്ച് കുറേയധികം വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് ഇപ്പോൾ SEO എന്താണ്, ഈ SEOയെ കുറിച്ച് പഠിച്ച് അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ SEOയെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമാണ്. ലോക്കൽ SEO വന്നപ്പോൾ GMBയെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമാണ്. GMBയിലേക്ക് വന്നപ്പോൾ വീണ്ടും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ലോക്കൽ SEOയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ GMBക്ക് വേണ്ടി എങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് വരേണ്ടത്. സോ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ഇതുകൊണ്ട് ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും. അതേപോലെ ഒരു വലിയൊരു അനൗൺസ്മെന്റ് ഞാൻ ഇവിടെ ചെയ്യാൻ പോവാണ്. മലയാളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വളരെയധികം സ്ട്രക്ചർ ആയിട്ട് രീതി വീഡിയോസ് ഇവിടെ ഇല്ല. നമുക്ക് മലയാളത്തിൽ അവൈലബിൾ അല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ നോളജ്, എനിക്ക് എല്ലാ ഡൊമൈനെ കുറിച്ച് നോളജ് ഇല്ല. എനിക്ക് കുറച്ച് ഡൊമൈനെ കുറിച്ച് മാത്രം നോളജ് ഉള്ളൂ. ബട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ ഡൊമൈനെ കുറിച്ചൊരു ബേസ് അറിയണം. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ എങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്നു വെച്ചാൽ T-ഷേപ്പ് സ്പെഷ്യലൈസേഷൻ. നമ്മൾ എല്ലാത്തിലും ബോർഡായിട്ട് പോകും, അതിന് ഒരെണ്ണത്തിലേക്ക് സ്പെഷ്യലൈസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം നമ്മൾ എല്ലാത്തിലേക്കും പോകണം, എല്ലാ ടോപ്പിക്കും കവറപ്പ് ചെയ്യണം. പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കും. അപ്പോൾ അതിന് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കൊരു ഫോർ വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നെ അത് ഇൻഡെപ്ത് ആയിട്ട് പോകാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ബേസ് കിട്ടി കഴിഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ട് പോകാൻ പാടുന്നില്ല. നിങ്ങൾക്ക് അത് റിലേറ്റഡ് വീഡിയോസും അതിനൊക്കെ കാണാനും പഠിക്കാനൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത ദിവസം തൊട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് ഇടാനാണ് ആഗ്രഹിക്കുന്നത് മലയാളത്തിൽ. അപ്പോൾ ഞാനെങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ബേസിക് ഫണ്ടമെന്റൽസ് നമുക്ക് PPT ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ SEO മുതൽ ലൈവ് പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് എങ്ങനെ നമുക്ക് റിയൽ പ്രൊജക്ട്സുകൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എൻ്റെതായ പേഴ്സണൽ പ്രൊജക്ട്സുകളാണെങ്കിലും എൻ്റെതായ ക്ലയൻറ്റ് പ്രൊജക്റ്റുകളാണെങ്കിലും ഇതെങ്ങനെ ഞാനിത് വർക്കൗട്ട് ചെയ്യുന്നു എന്നാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒരു PPT കാണിക്കുകയല്ല, ചുമ്മാ കാണിച്ചാൽ ചുമ്മാ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കുറേയധികം ലിമിറ്റേഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ ഒരു പ്രൊജക്റ്റ് അത് അപ്ലൈ ചെയ്യാതെ കാണിക്കുക, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നു. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇനി ഓരോരോ വീഡിയോസ് ചെയ്തു പോകാം. നമുക്കറിയാം ഇതിനകത്ത് 170 ടോപ്പിക്സുകൾ കവറപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കംപ്ലീറ്റ് ആകാൻ. സോ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പഠിച്ചു പോകാൻ സാധിക്കുന്നതായി. പിന്നെ ഞാൻ എല്ലാ ഡൊമൈൻ്റെ അകത്തും എക്സ്പേർട്ട് അല്ല എന്നൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ചില ഡൊമൈനുകൾ മാത്രം എനിക്ക് ഡൊമിനേഷൻ ഉള്ളത്, മറ്റ് ഡൊമൈനുകൾ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഡൊമൈനുകളാണ്. സോ ഞാൻ ഈ വീഡിയോസ് കാര്യങ്ങൾ കണ്ട് എൻ്റെ റിസർച്ചും എൻ്റെ സ്റ്റഡീസും അതിനെ ഒരു ജേർണൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് ശ്രമിക്കുന്നത് മലയാളത്തിൽ. ഇതെല്ലാം ഇംഗ്ലീഷ് വീഡിയോസ് ഉള്ളത്. സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആണ്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വളരെയധികം വേണ്ടൊരു സ്കില്ലാണ്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. മലയാളത്തിൽ മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കേരളത്തിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായി ഒതുങ്ങി പോകാൻ സാധ്യത. ഈ ഫ്രീലാൻസിങ് പോലും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും. സോ നിങ്ങൾ ഇംഗ്ലീഷ് വീഡിയോസ് കാണുക, എന്നാൽ യു ക്യാൻ കൃത്യമായിട്ട് ഇംഗ്ലീഷ് വീഡിയോസ് കാണുക. എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡു നോ ഇൻ ദ കമന്റ് ബോക്സ്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി ബണ്ടിലെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ വാട്സ്ആപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയായി. സോ താങ്ക് യു.